ഹലോ, അസ്സലാമു അലൈക്കും. വാവ ആൻഡ് പൊന്നൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് എന്താണ്? ഞണ്ട് റോസ്റ്റാണ് ഇന്നത്തെ റെസിപ്പി. അപ്പോൾ ഞണ്ട് റോസ്റ്റിന് ആവശ്യമായ ഐറ്റംസ് എന്തൊക്കെയാണ് എന്നാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞണ്ടിന് ആവശ്യമായ സവാള കട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ അത് ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യമായ പച്ചമുളക്, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, ഇത്ര ഐറ്റം കൂടിയാണ് ഞണ്ട് റോസ്റ്റിന് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഞണ്ടിനെ കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് റെഡിയാക്കി വെക്കണം. അപ്പോൾ ഞാനത് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം അടുത്തതായിട്ട് നമ്മൾ ഒരു പാൻ അടുപ്പിൽ വെച്ചു. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചാൽ നമ്മൾ സ്വാഭാവികമായും എന്തിടും? കടുകിടും. അപ്പോൾ അതുപോലെ ഞാനും കടുകിട്ടിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കുന്നത്. തെറ്റുകളുണ്ടായിരിക്കാം, സദയം ക്ഷമിക്കുക. ഇത് എൻ്റെ മാത്രം ഞണ്ട് റോസ്റ്റാണ്. അപ്പോൾ അതിലേക്ക് പിന്നെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി കട്ട് ചെയ്ത് വെച്ചത് ഇട്ടിട്ടുണ്ട്. പിന്നെ അതിലേക്ക് പച്ചമുളക് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അത് ഏകദേശം ചെറുതായിട്ട് 2 മിനിറ്റ് ഒന്ന് മൂത്ത് വരുമ്പോഴേക്ക് കട്ട് ചെയ്ത് വെച്ച സവാള അതിലേക്ക് ഇടുന്നുണ്ട്. അപ്പോൾ സവാള ഇട്ട് ഏകദേശം 1 മിനിറ്റ് കഴിയുമ്പോൾ അതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കേണ്ടതാണ്. അപ്പോൾ സവാള പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടുന്നതായിരിക്കും. അങ്ങനെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാള ഏകദേശം ഒരു ഗോൾഡ് കളറായി മാറുമ്പോഴേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ തക്കാളിയും കൂടി അതിലേക്ക് ചേർക്കുന്നുണ്ട്. തക്കാളിയും കൂടി ആഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഇളക്കി മറിക്കേണ്ടതാകുന്നു. അപ്പോൾ എല്ലാ സ്ഥലവും നന്നായിട്ട് വഴന്ന് വരുന്നതാകും. നന്നായി വഴന്ന് വന്നതിന് ശേഷമാണ് നമുക്ക് അതിലേക്ക് ചേർക്കാനുള്ള മസാലകൾ ചേർക്കാനുള്ളത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അതിനുശേഷം 1 സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ എരിവ് ആവശ്യത്തിനനുസരിച്ച് ഇടാം. അപ്പോൾ ഞാൻ ചെറിയ എരിയിലാണ് വെക്കുന്നത്. അതിനുശേഷം 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി വയ്ക്കുന്നുണ്ട്. അതിനുശേഷം 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ഇടുന്നുണ്ട്. അപ്പോൾ മസാലയെല്ലാം നന്നായിട്ട് ഇളക്കിയെടുക്കുമ്പോൾ ഈ ഒരു കളറാവും. അപ്പോൾ ഇങ്ങനെ ആയിക്കഴിയുമ്പോൾ പിന്നെ നമുക്കതിലേക്ക് എന്തിടാം? ഞണ്ടിടാം. അപ്പോഴാണല്ലോ നമുക്ക് ഞണ്ട് റോസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഞാനതിലേക്ക് ഞണ്ട് കട്ട് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞണ്ട് അതിനകത്ത് മസാലയൊക്കെ നന്നായിട്ട് എല്ലാ രീതിയിലും പിടിക്കുന്ന രീതിയിൽ തിരിച്ച് മറിച്ചൊക്കെ ആക്കി ഇട്ട് കൊടുക്കണം. അതിനുശേഷം കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഞണ്ടിനെ വേവാൻ വേണ്ടി അടച്ചു വയ്ക്കാവുന്നതാണ്. 10 മിനിറ്റിന് ശേഷം നമുക്ക് അതിലേക്ക് ആവശ്യമായ ചൂടുവെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞണ്ട് കിടന്ന് തിളയ്ക്കുന്നത് കണ്ടോ? ഭയങ്കര തിളപ്പാണ്. ഞണ്ടിനൊക്കെ വേവ് കുറവാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് 2 മിനിറ്റ് കൂടുമ്പോൾ തിരിച്ച് മറിച്ചും ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അത് എല്ലാ ഭാഗവും നന്നായിട്ട് വെന്ത് വരുന്നതായിരിക്കും. അപ്പോൾ നല്ല രീതിയിൽ ഞണ്ട് റോസ്റ്റ് ചെയ്യണമെന്നുള്ളവർ എൻ്റെ റെസിപ്പി നോക്കിയാൽ മതി. പെട്ടെന്ന് തന്നെ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഞണ്ടിനെ പിന്നെ നമുക്ക് അവസാനമായിട്ട് ഇട്ട് കൊടുക്കാനുള്ളത് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. അപ്പോൾ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്താൽ ഞണ്ട് കറി റെഡിയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ആഹാരം ചോറുണ്ട്, മോര് കറിയുണ്ട്, നല്ല മോര് കറിയുണ്ട്. പിന്നെ അതിനോടൊപ്പം കഴിക്കാൻ കിഴങ്ങുണ്ട്, അല്ലെങ്കിൽ കപ്പയുണ്ട്. പിന്നെ നമ്മുടെ ഫേവറേറ്റ് ഞണ്ട് റോസ്റ്റും റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ഊണ്. അപ്പോൾ എൻ്റെ ഞണ്ട് റോസ്റ്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.